പി ഡി സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുസ്ലിം ലീഗിനെതിരെ NSS മുഖ്യമന്ത്രി തെരഞ്ഞെടുത്തത് ജനാധിപത്യ മര്യാദകൾ പാലിക്കാതെയെന്ന് ജി സുകുമാരൻ നായർ ആഞ്ഞടിച്ചു. മുസ്ലിം ലീഗ് ഭരണത്തിൽ പിടിമുറുക്കുമെന്ന് ഉറപ്പുണ്ട്. സതീശനേക്കാൾ യോഗ്യൻ ചെന്നിത്തലയാണെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. ഈ തീരുമാനമെടുക്കാനായിരുന്നെങ്കിൽ ജനങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. സത്യത്തിൽ ഒരു ജനാധിപത്യ സംസനമാണ് നടന്നിരിക്കുന്നത്. കീഴ്വഴക്കങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അത് പാലിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ലീഗിന് കീഴടങ്ങി എന്ന് വേണം പറയാൻ. ഇത് വളരെ കഷ്ടമായി പോയി. ഹൈക്കമാൻഡ് കൈക്കൊണ്ടത് ജനവികാരം മാനിച്ചുള്ള തീരുമാനമാണെന്ന് മുസ്ലിം ലീഗ് പ്രതികരിച്ചു. അഭിപ്രായം ആരാഞ്ഞപ്പോഴാണ് ഹൈക്കമാൻഡിന് മുൻപിൽ നിലപാട് പറഞ്ഞതെന്നും സാമുദായിക സന്തുലിതാവസ്ഥ തകർക്കുന്ന പരാമർശങ്ങൾ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുതെന്നും ലീഗ് നേതാക്കൾ ഓർമ്മപ്പെടുത്തി. ഹൈക്കമാൻഡ് തീരുമാനിച്ചു. ആ തീരുമാനം കേരള ജനതയ്ക്കൊപ്പം ഞങ്ങളും അംഗീകരിക്കുകയാണ്. മുസ്ലിം ലീഗ് പരിപൂർണമായും അംഗീകരിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ജനവിധി ഉണ്ടായിട്ടില്ലല്ലോ. ആ ജനവിധിയെ മാനിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത്. വളരെ ശുഭകരമായൊരു മുഹൂർത്തത്തിൽ, അതാണ് ഞാൻ പറഞ്ഞത്, അവരവർ ആലോചിക്കുക. ഔചിത്യത്തോടുകൂടി ഓരോ ആളുകളും സംസാരിക്കേണ്ട ഒരു സമയം കൂടിയാണത്. കാരണം കേരളമാണ്. കേരളത്തിൽ സ്ഫോടനാത്മകമായ സാഹചര്യം ആരും ഉണ്ടാക്കരുത്. അജിത് ബാബു നൽകിയ വിശദാംശങ്ങൾ. അജിത്ത്, വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഏതാണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെയാണ് NSS ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട് നിലപാട് കാത്തിരുന്നത് പോലെയുള്ള ഒരു വർത്തമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ജി സുകുമാരൻ അദ്ദേഹത്തിന്റെ പ്രതികരണമായി നടത്തിയത്. ഏതായാലും ഈ ഒരു ഉടക്ക് അത് ഇനിയും അങ്ങോട്ട് തുടരും. ഇത് ഒരു തുടക്കമാണെന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അത് അങ്ങനെ തന്നെ വായിക്കേണ്ടതെന്നാണ്. അതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്നാമത്, ഈ രമേശ് ചെന്നിത്തലയോട് അദ്ദേഹത്തിനുള്ള താല്പര്യമാണ്. അത് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രത്യേകിച്ചും ഈ 3 പേരും യോഗ്യരാണ്. അതിൽ പക്ഷേ മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയായിരുന്നു എന്നുള്ളതാണ് സുകുമാരൻ നായർ പറഞ്ഞു വെക്കുന്നത്. അത് നേരത്തെയും അദ്ദേഹം പല ഘട്ടങ്ങളിൽ ചരിത്രത്തിൽ പ്രകടമാക്കിയിട്ടുണ്ട്. അതിന്നും ആവർത്തിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തേതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. അത് മുസ്ലിം ലീഗ് ഇത്തരത്തിൽ കോൺഗ്രസിന് മുസ്ലിം ലീഗിന് കീഴടങ്ങി ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന് മുമ്പിലുണ്ട്, ആ ഭാഗത്തു നിന്നുണ്ടായി. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരുന്ന കാലത്ത് ഉൾപ്പെടെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതികരണമായിരിക്കും. ഇനിയും വിവിധ വിഷയങ്ങളിൽ ഈ സമീപനം മുസ്ലിം ലീഗിനെതിരെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, അദ്ദേഹം മന്ത്രിസഭ ഉൾപ്പെടെയുള്ള രൂപീകരണ ഘട്ടത്തിൽ ഉൾപ്പെടെ ഈ വിമർശനം വീണ്ടും ആവർത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. വി ഡി സതീശന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാനായിരുന്നുവെങ്കിൽ ഇത്രയും കാൽ കേരള ജനതയെ എന്തിനാണ് ബുദ്ധിമുട്ടിച്ചിരുന്നത്? ജനാധിപത്യ രീതികൾ പാലിച്ചില്ല, കീഴ്വഴക്കങ്ങൾ പാലിക്കാതെയുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, മാനദണ്ഡങ്ങൾ, കോൺഗ്രസിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ നടത്തിയ സമ്മർദ്ദം ശരിയല്ല എന്നുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഏറ്റവും കൂടുതൽ വിമർശനം ലീഗിനെതിരെയാണ് ഉണ്ടായത്. നമുക്ക് ആലോചിക്കണം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ ഘടകകക്ഷികൾ ഇത്തരത്തിൽ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. പക്ഷെ അതിൽ നിന്ന് ലീഗിനെ അടർത്തി മാറ്റി നടത്തുന്ന പ്രതികരണം അത് സ്വാഭാവികമായും വരുന്ന കാലത്തും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്ന ഒരു വിഷയമായി ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതാണെങ്കിലും NSS നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള നിലപാട് മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ പ്രഖ്യാപിച്ചതിന് മിനിറ്റുകൾക്കകം പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായത്. ശരി അജിത്ത്.